സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ടിക്കു. വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല, അല്ലേ? ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂര് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും. അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പൊ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നോട് എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റ് തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ തെറ്റായിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസ് മാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. കലാപശ്രമത്തിന് അടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടമെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തു. കുറച്ച് കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? എനിക്കും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാം. ഇനി എന്നാ താത്ത ഗുരുവായൂർ വരുന്നത്? വിഷുവിന്റെ അന്ന് ഉണ്ടാവും, ഏപ്രിൽ 14-ാം തീയതി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ആവോ? അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ. ജസ്നെ വെള്ളി വിളിച്ചിട്ടുണ്ട്, വിഷുവിന്റെ അന്ന് ഗുരുവായൂർ നടയിലുണ്ടാവും. ജസ്ന സലീം. അപ്പൊ ഇവരെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ കണ്ണന്റെ പടം വരച്ച മുസ്ലിം പെൺകുട്ടി, അതാണ് ഇവർ ആ ഒരു ടൈമിൽ അത് വൈറലായത് ഇതിന്റെ ബേസിനകത്താണ്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ കൃഷ്ണന്റെ പടമൊക്കെ വരയ്ക്കുന്ന ഒരു കൂട്ടത്തിനകത്താണ് ഇവരെന്ന് പറഞ്ഞ. പിന്നെ ആ ഒരു ടൈമിനകത്ത്, ഈ ഒരു വൈറലായ ടൈമിനകത്ത് ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്ത് വെച്ച ഒരാൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതല്ല ഇവരുടെ അവസ്ഥ. കാര്യം ഇവർ അത് കഴിഞ്ഞിട്ട് ഇവർ പല രീതിക്കുള്ള കാര്യങ്ങൾ ഇവർ ആ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ഇവർ കാണിച്ചു കൂട്ടിയായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണിച്ചു കൂട്ടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കാം, ഞാനൊരു മതത്തിനകത്തും വിശ്വസിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഇന്ന മതത്തിനകത്ത് മാത്രം അങ്ങനത്തെ ഒരാളൊന്നല്ല ഞാൻ. കാര്യം എനിക്ക് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കാൻ പറ്റണം? അതായത് ഇപ്പൊ ഒരു മതത്തിനകത്ത്, ഇപ്പൊ നിങ്ങൾ ഏത് മതത്തിനകത്തുള്ള ആളോ ആയിക്കോട്ടെ, ഇപ്പൊ ഇവരുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവര് തട്ട വിട്ട് ഈ ഗുരുവായൂർ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അതേപോലെ
അതേപോലെ തന്നെ ഇവര് ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് മറ്റേ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഒരു കൃഷ്ണന് പേപ്പർമാല ഇട്ട് കൊടുക്കുന്നു. അപ്പൊ അങ്ങനത്തെ പല രീതിക്കുള്ള കാര്യങ്ങൾ ഇവർ ആ ഗുരുവായൂരമ്പലത്തിനകത്ത് വെച്ചിട്ട് നടത്തി. അപ്പൊ ഇതൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് അവിടുത്തെ കമ്മിറ്റി എല്ലാവരും കൂടെ കേസ് കൊടുത്തു ഇവർക്കെതിരെ. അത് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അവസാനം വിധി വന്നപ്പോഴത്തേക്ക് എന്താണ്, ഇനി അവിടെ വന്നിട്ട് റീലും കാര്യങ്ങളൊന്നും എടുക്കരുത് എന്നുള്ള രീതിക്ക് വിധി വന്നു. അപ്പൊ ഇവർ അതൊന്നും കൂട്ടാണ്ട് ഇവര് പിന്നെയും വീഡിയോ ഇട്ടു. അപ്പൊ പിന്നെ ഇവർക്കെതിരെ കേസ് കൊടുത്തു. ലാസ്റ്റ് ഇപ്പൊ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ല. അപ്പൊ അത്രത്തോളം വിഷയമായി. പിന്നെ ആർക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരൊറ്റ ഒരു എത്തി കാരണം. അപ്പൊ ഇത്രയൊക്കെ ഇവർ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ആ ലാസ്റ്റ് വന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ, അതായത് ആരോടൊക്കെയുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഗുരുവായൂർ പോണതും അല്ലെങ്കിൽ ഇപ്പൊ ഇവർ ഈ കണ്ണനെ കാണാൻ പോണതൊക്കെ ആയിട്ട് അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. അല്ലാണ്ട് ഇവർക്കൊരു ജെന്യുവൻ ആയിട്ടൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും പോണതായിട്ടൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. ആരൊക്കെയോ എന്നെ തടയുണ്ട്, എന്നെ അങ്ങോട്ട് പോകരുതെന്ന്, അല്ലെങ്കിൽ എൻ്റെ അടിയിൽ മോശം കമന്റ് ഒക്കെ ഇടുന്നു. ഒന്നോ നിനക്കൊക്കെ കാണിച്ചു തരാടാ, ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാടാ എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടെയാണ് ഇവരുടെ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവർക്കൊരു വിശ്വാസം ഉണ്ടായിട്ട് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തന്നെ തോന്നണില്ല. പിന്നെ മെയിനായിട്ടും നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ഏത് മതം സ്വീകരിക്കണം അല്ലെങ്കിൽ എന്തിൻ്റെ ബാധയിനകത്ത് പോകണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും നിങ്ങൾ അവിടെ ചെന്ന് കാണിക്കേണ്ട ഒരു അമ്പലത്തിനകത്തോ അല്ലെങ്കിൽ ഒരു മതാലയത്തിനകത്തോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ പാലിക്കേണ്ട ഒരു ഇതുണ്ട്. കാര്യം അവിടെ വിശ്വാസി നിങ്ങൾ അല്ലെങ്കിൽ ആ പരിസരത്തേക്ക് പോകാണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് പോകാൻ. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് വേറെ പല പരിപാടികളൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വിഷയമാവുന്നത്. ഇപ്പൊ ഇവരുടെ കേസിനകത്തും അത് തന്നെയാണ് എനിക്ക് വിഷയമായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഇവര് അവിടെ ഇവര് മുസ്ലിം ആയതുകൊണ്ട് അവിടെ പോയത് അതൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വിഷയം. ഇവരവിടെ ചെന്ന് ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിച്ചു കൂട്ടിയതാണ് മെയിൻ ആയിട്ടും വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് എതിർക്കാനാണോ തോന്നുന്നത്? എല്ലാം നിങ്ങൾ വീഡിയോയുടെ കമന്റ്. ഇവിടെ മതപരമായിട്ട് ആരും ഇതിനെ ചിലപ്പോൾ പറയാൻ പറ്റൂല, ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കാം ഇവരെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. എനിക്ക് ഇവരെ മതപരമായിട്ടല്ല എനിക്ക് ഇവരെ കാണാൻ തോന്നിയത്. കാര്യം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണിത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ മതം അതേപോലുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴോ അത് ഇവര് ശ്രദ്ധിക്കേണ്ടത് അത് തന്നെ കേട്ടോ. നിങ്ങളൊരു മതത്തിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും അത് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, പലർക്കും കൊള്ളാം അത് പറയുമ്പോഴത്തേക്കും. ഇപ്പൊ ഏത് മതവും ആയിക്കോട്ടെ അതിനകത്തെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ച് വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ. അല്ലെങ്കിൽ അത് പലർക്കും നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് മുറിവേറ്റേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം മതം അതേപോലുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതാക്കാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ